നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. കോണ്ടംപററി ഇന്ത്യ എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ യൂണിറ്റിന്റെ പേര് ദ ലെഗസി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്നാണ്. അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം, അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നാഷണൽ മൂവ്മെന്റ് എന്ന ഒരു ടോപ്പിക്കാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് അഥവാ സ്വഭാവങ്ങൾ, അതിന്റെ സവിശേഷതകൾ. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് വളരെയേറെ പ്രത്യേകതകളുള്ള ഒന്നാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വിവിധ ഡെക്കേഡ്സ് ഒക്കെ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട്, ചെറിയ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. സോ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നെന്ന് പറയുന്നത് അതിന്റെ ഇൻക്ലൂസീവ്നെസ് ആണ്. അതിന്റെ ഒരു സമഗ്രത, എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി. അതായത് ഈ ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യ നാനാത്വങ്ങളുടെ രാജ്യമാണ്, വൈജാത്യങ്ങളുടെ രാജ്യമാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ഇന്ത്യയുടെ സ്വഭാവത്തെ കുറിച്ച് പറയാറുണ്ട്, അല്ലെ? അപ്പോ ഇന്ത്യയില് പലതരത്തിലുള്ള കൾച്ചറുകളുണ്ട്, അല്ലെങ്കിൽ ഭാഷാപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെയുള്ള വിഭിന്നമായിട്ടുള്ള ഒരു സംസ്കൃതിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ ഉപരിയായിട്ട് ഇതിനെല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നു. അതാണ് വിവിധ ഭാഷകളെയും വിവിധ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുവാനുള്ള ശേഷിയാണ് നമ്മൾ ഇൻക്ലൂസീവ്നെസ് അഥവാ സമഗ്രത എന്നൊക്കെ നമുക്ക് അതിനെ മലയാളീകരിച്ച് പറയാം. സോ ഈ ഒരു സ്വഭാവം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വലിയൊരു പ്രത്യേകതയായിരുന്നു. ഇനി ഇതൊരു മാസ് മൂവ്മെന്റ് ആയിരുന്നു, ഒരു ജനകീയ പ്രസ്ഥാനമായിരുന്നു. ആദ്യകാലത്ത് തന്നെ ഇതൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഇതൊരു എലൈറ്റ് ക്ലാസിന്റെ ഗ്രൂപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസിന്റെ ഒരു ഫോർമേഷൻ, ഒരു അസോസിയേഷൻ ാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്. അതിൽ വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുള്ള സമൂഹത്തിലെ ഉപരിവർഗത്തിന്റെ ഒരു ക്ലാസ് ആയിരുന്നു. അതിലെ വക്കീലന്മാരും വലിയ വ്യാപാരികളും ഒക്കെ ആയിരുന്നു മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അതിന്റെ ഒരു മൂന്നാമത്തെ ഡെക്കേഡിലേക്ക് കടന്നതോട് കൂടിയിട്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് വലിയൊരു മാസ് മൂവ്മെന്റ് ആവുകയും അത് സാധാരണക്കാരെ കൂടി എംബറാസ് ചെയ്യുന്ന രീതിയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഒരുപാട് സമരങ്ങളുടെ ചരിത്രം നമുക്കറിയാം. ഇത്തരം സമരങ്ങളിലൊക്കെ സാധാരണക്കാരുടെയും നിരക്ഷരരായിട്ടുള്ള ആളുകളുടെയും ദരിദ്രരുടെയും ഒക്കെ പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ അവരുടെയൊക്കെ വളരെ സജീവമായിട്ടുള്ള ഇടപെടലുകളും നേതൃനിരയിലേക്ക് ഇത്തരം ആളുകളൊക്കെ വരുന്നതൊക്കെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. സോ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ, അല്ലെങ്കിൽ തൊഴിലാളികളെയും കർഷകരെയും സ്ത്രീകളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു, ഒരു മാസ് മൂവ്മെന്റ് ആയിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അത് സജീവമായിട്ടുള്ള ജനപങ്കാളിത്തം ഇതിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ദെൻ മറ്റൊന്ന്, നമുക്കറിയാം, ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഫോൾഡിലേക്ക് കടന്നു വരുന്നുണ്ട്. 1917 ചമ്പാരൻ സത്യാഗ്രഹത്തോട് കൂടിയിട്ട് ഗാന്ധിജി ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ സത്യാഗ്രഹ മുറകൾ പരീക്ഷിച്ചു തുടങ്ങുകയായി. അതിനുശേഷം 1920 മുതൽ ഇങ്ങോട്ട് ഉള്ള നിസ്സഹകരണ പ്രസ്ഥാനം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് 30കളില്, അപ്പൊ ഇത്തരം പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ അഹിംസ ഒരു മുഖമുദ്രയാക്കി എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതാവുന്നതാണ് അഹിംസാ മാർഗം അഥവാ നോൺ വയലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹിംസയും സത്യാഗ്രഹവും ഒക്കെ ഈ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ മുഖമുദ്രയായി മാറി, അല്ലെങ്കിൽ ആയുധങ്ങളായിട്ട് മാറി എന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ദെൻ ഇതിന്റെ ഡെമോക്രാറ്റിക് വാല്യൂസ് ആണ് മറ്റൊന്ന്. ജനാധിപത്യ മൂല്യങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം, നീതി തുടങ്ങിയ ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിനെ കൂടി ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം. ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. ഇത് എല്ലാത്തരം മോശമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി അവിടെ ഉദ്ദേശിച്ചത്. അതിന് പൊളിറ്റിക്കൽ ഡെമോക്രസി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് മാത്രമായിരുന്നില്ല ലക്ഷ്യം എന്ന് പറയുന്നത്. സാമൂഹിക അനാചാരങ്ങളിൽ നിന്നുള്ള, ബ്ലൈൻഡ് ഫെയ്ത്ത്സിൽ നിന്നുള്ള ഒക്കെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി പോലും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന മോട്ടോസിൽ ഒന്ന് ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുക. സോ ഇത് ദേശീയ പ്രസ്ഥാനങ്ങളെ, റിഫോം മൂവ്മെന്റ്സിനെ കൂടി ഇത് എംബ്രാസ് ചെയ്തിരുന്നു. അവിടെ ജാതി വ്യവസ്ഥ, അതുപോലെ തന്നെ ടച്ചബിലിറ്റി,
അതുപോലെ പത്തറ്റിക് കണ്ടീഷൻ ഓഫ് വുമൻ, ഇതെല്ലാം തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇനി മറ്റൊന്നാണ് പൗരാവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും, സിവിക് റൈറ്റ് ആൻഡ് ലിബർട്ടി എന്ന് പറയുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം പൗരന്മാരുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒക്കെ വലിയ വില നൽകിയിരുന്നു. ഇതെല്ലാം ഉറപ്പാക്കാനുള്ള മുൻകൈയെടുത്ത് ഉള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ അടിസ്ഥാന അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ നീഡ്സ് ഓഫ് പീപ്പിൾ, ഇത് വളരെയേറെ പ്രാധാന്യത്തോട് കൂടിയിട്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം നോക്കിക്കണ്ടിട്ടുള്ള ഒരു വിഷയമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനയിൽ ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിനും അതുപോലെ സിവിക് ലിബർട്ടീസിനും സിവിക് റൈറ്റ്സിനൊക്കെയുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. ഇനി നിയമത്തിന് മുൻപിലെ ഒരു സമത്വം, അതായത് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അവിടെ ഇൻഡിവിജ്വൽ ലിബർട്ടിക്ക്, വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം ഇവിടെ ലഭിക്കുന്നു. then ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, ഒരു ജനാധിപത്യ ഭരണകൂടം ഇന്ത്യക്ക് ഉറപ്പു നൽകുന്നത്, ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്ന ഒരു ഭരണരീതി രൂപപ്പെട്ടതും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, അധികൃത വിഭാഗങ്ങളെ കൂടി ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക്, ജനകീയ പ്രസ്ഥാനത്തിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതോടുകൂടി തന്നെ അവർക്ക് സാധാരണക്കാരായിട്ടുള്ള അധികൃതരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള അവയർനെസ്സും ബോധവും ഈ ഒരു കാലഘട്ടത്തിൽ രൂപപ്പെടുകയുണ്ടായി. അവര് അനീതിക്കെതിരെ പോരാടാനും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് ആകാനും ഒക്കെ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തോടു കൂടിയാണ്. അപ്പൊ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലിബർട്ടി നേടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല, അത് ജനാധിപത്യ മൂല്യങ്ങളെയും പൗരാവകാശങ്ങളെയും ഒക്കെ ഉറപ്പിക്കുന്ന ഒരു ലക്ഷ്യം കൂടി നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നു. ഇനി ദേശീയ പ്രസ്ഥാനത്തിലെ ജനപങ്കാളിത്തത്തെ കുറിച്ച് പറയുമ്പോൾ, പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ നാഷണൽ മൂവ്മെന്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ജനകീയ പ്രസ്ഥാനമായി മാറുന്നത് അതിന്റെ ഏറ്റവും വലിയൊരു ശക്തി, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് അതൊരു മാസ് മൂവ്മെന്റ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ജനകീയ പ്രസ്ഥാനമായിട്ട് അത് വളർന്നു എന്നുള്ളത് തന്നെ ആയിരുന്നു. ഇനി ഇതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്, ഇതിന്റെ പ്രസ്ഥാനം തുടക്കത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മധ്യവർഗങ്ങൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ വിദ്യാഭ്യാസം സിദ്ധിച്ച, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച, പ്രത്യേകിച്ച് ലണ്ടനിലൊക്കെ പോയി പഠനം നടത്തി വന്നിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ ഒരു ദാദാഭായ് നവറോജിയൊക്കെ പോലെയുള്ള വളരെ വിദ്യാഭ്യാസമുള്ള സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. പക്ഷെ പിന്നീട് ഇത് കർഷകരിലേക്കും തൊഴിലാളികളിലേക്കും വിദ്യാർത്ഥികളിലേക്കും സ്ത്രീകളിലേക്കും ഒക്കെ തന്നെ വ്യാപിക്കുകയും പ്രസ്ഥാനം അങ്ങോട്ട് ശക്തമായിട്ടുള്ള അടിവേരുകൾ ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായി തുടങ്ങുകയും ചെയ്തു. ഇവിടെ ഗാന്ധിജിയുടെ സ്വാധീനം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ്. ഗാന്ധിജി ജനങ്ങളെ ഈ മൂവ്മെന്റിലേക്ക് സജീവമായി ഉൾപ്പെടുത്തുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ദേശീയ നേതാവാണ്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഗാന്ധിജി നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രധാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഒന്ന്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920-കളിലാണ് വരുന്നത്. ദെൻ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹമൊക്കെ ഉൾക്കൊള്ളുന്ന 1930-കളിൽ വരുന്ന പ്രസ്ഥാനമാണ്. ദെൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് 1940-കളിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം വരുന്നത്. അതായത് ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടാൻ നിർബന്ധിക്കുന്ന, അങ്ങനെ ബ്രിട്ടീഷുകാര് ഇന്ത്യ വിടാൻ നിർബന്ധിതരായി മാറുകയും ഇന്ത്യക്ക് വേണ്ടിയിട്ട് പുതിയ നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് വർക്കുകളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വിജയമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഈ ഇത്തരം സമരങ്ങള് ജനങ്ങളെ വലിയ തോതിൽ സജീവമാക്കി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഈ പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ പങ്കെന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട ഒന്നാണ്. സ്ത്രീകളൊക്കെ ഇതിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തു. അതുപോലെ തന്നെ കേവലം ഒരു ദേശീയ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു സമരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവർ യഥാർത്ഥത്തിൽ ബോധവതികളായി. ഇത്തരം കാര്യങ്ങളൊക്കെ പുരുഷനെ പോലെ അല്ലെങ്കിൽ ഏതൊരു പൗരനെ പോലെയുമുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്കും ഉണ്ട്, അല്ലെങ്കിൽ അവളുടെ പൗരാവകാശങ്ങൾക്ക് വിലയുണ്ട് എന്ന് സ്ത്രീകൾ ബോധവതികളാവുകയും
അവർ അത്തരം കാര്യങ്ങളെ കൂടി എംബ്രാസ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്തു. അപ്പൊ ഇത് കേവലം ഒരു പൊളിറ്റിക്കൽ ലിബർട്ടി എന്നതിനപ്പുറത്തേക്ക് ലിബർട്ടി എന്നതിന് പുതിയ അർത്ഥങ്ങൾ, അല്ലെങ്കിൽ ലിബർട്ടിക്ക് ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ടെന്നും അത് സാമൂഹികവും സാംസ്കാരികവും വൈകാരികവുമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. ജനങ്ങൾ വളരെ ജനങ്ങൾക്ക് എറ്റേണൽ വിജിലൻസ് ഇതിൽ കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ദെൻ ജനാധിപത്യ മൂല്യങ്ങളാണ്, ഡെമോക്രാറ്റിക് വാല്യൂസ് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ജനാധിപത്യ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വളരെയേറെ സഹായകമായിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. അതിൽ പൊതുജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൊണ്ടും അതുപോലെ റൂൾ ഓഫ് ലോ കൊണ്ടും ഒക്കെ സജീവമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒന്നായിരുന്നു. ഇനി ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചതിന്റെ ഒരു എന്താ പറയാ ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വന്നിട്ടുള്ളതാണ്. എങ്കിലും നമ്മൾ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അത് ഒന്നും കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. സോ ഞാൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയുകയാണ്. അതായത് എന്താണ് ഭരണഘടന എന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ബേസിക് ലോ ഓഫ് ദ ലാൻഡ് ആണ്, അല്ലെ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കപ്പെടുന്നത് 1949 നവംബർ 26-നാണ്. ഈ നവംബർ 26 അതുകൊണ്ട് നമ്മൾ ഭരണഘടനാ ദിനമായിട്ട്, ഇന്ത്യയിലെ നിയമ ദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നുണ്ട്. അപ്പൊ 1949 നവംബർ 26-ന് ഇത് പൂർത്തീകരിക്കപ്പെട്ടു. പക്ഷെ ഇത് തത്വത്തിൽ അംഗീകരിക്കുന്നത്, ഇതിന് നിയമപരമായിട്ട് ഇതിന് അനുമതി ലഭിക്കുന്നത് 1950 ജനുവരി 26-നാണ്. അത് മുതലാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്, അല്ലെ? അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ഭരണഘടനാ നിർമ്മാണ സമിതിയായിരുന്നു, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആയിരുന്നു. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അല്ലെങ്കിൽ ഈ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എന്തായാലും ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് പരിശോധിക്കാം. ഇത് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്ന ഭാഗമാണ്, കാരണം നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത, ഇത് ലോകത്തിലെ ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും വലുതാണ്, അല്ലെ? ഏറ്റവും വലിയ ഭരണഘടനയാണ്. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയില് 448ഓളം ആർട്ടിക്കിളുകളുണ്ട്, അതുപോലെ 12 പട്ടികകളുണ്ട്, 25 ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇനി ഭരണഘടനകൾക്ക് നമ്മൾ പൊതുവെ 4 സവിശേഷതകൾ പറയാറുണ്ട്, അല്ലെ? എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും, റിട്ടൺ ആൻഡ് നോൺ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. സോ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, എഴുതപ്പെട്ട ഭരണഘടനയാണ്. അതുപോലെ ഭരണഘടനയുടെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറയാറുണ്ട്. അതായത് അയവുള്ളതോ അല്ലെങ്കിൽ കഠിനമുള്ളതോ ഉറപ്പുള്ളതോ ആയിട്ടുള്ള ഭരണഘടന 2 രീതിയിൽ പറയാറുണ്ട്. ഈ അയവുള്ള ഭരണഘടനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. എന്ന് വെച്ചാല് അതിന് നിയമങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനോ അതിനുള്ള ഒരു നിയമത്തെ ഭേദഗതി ചെയ്യുന്നതിനോ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാവില്ല. അത്തരം ഭരണഘടനകൾക്ക് ഒരു കെട്ടുറപ്പ് ഉണ്ടാവില്ല. ഇതൊരു ഡിഫക്റ്റ് ആണ്, അല്ലെ? ദെൻ ഇനി ഉറപ്പുള്ള ഭരണഘടന എന്ന് പറഞ്ഞാല് അത് റിജിഡ് ആണ്, അത്രത്തോളം റിജിഡ് ആണ്. അതിൽ എഴുതപ്പെട്ടതിന് പിന്നീട് ഒരു മാറ്റങ്ങൾക്കൊന്നും സാധ്യതയുമില്ല. എന്നാൽ നമ്മുടെ ഭരണഘടനയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അത് റിജിഡ് ആസ് വെൽ ആസ് ഫ്ലെക്സിബിൾ. റിജിഡുമാണ്, അതോടൊപ്പം തന്നെ ഫ്ലെക്സിബിളുമാണ്. കാരണം റിജിഡിറ്റി എന്ന് പറയുന്നത് ഒരു ആവശ്യം വേണ്ട ഒരു സ്വഭാവമാണ്, ഒരു ഭരണഘടനയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സ്വഭാവമാണ് റിജിഡിറ്റി. കാരണം അതിൽ എഴുതപ്പെട്ടത് പെട്ടെന്നൊന്നും അങ്ങനെ എടുത്തു മാറ്റാൻ പറ്റില്ല. അത് ജനങ്ങൾക്കൊരു സ്ഥൈര്യം നൽകണം, സ്ഥിരത നൽകണം. അപ്പൊ റിജിഡിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ ഒരു മാറ്റങ്ങൾക്കും സാധ്യതയില്ലെങ്കിൽ അതും ഒരു ഡിഫക്റ്റ് ആണ്. കാരണം കാലികമായിട്ടുള്ള, അല്ലെ, കാലത്തിനൊത്തുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഭരണഘടന രൂപീകരിക്കപ്പെട്ട സമയത്ത് ഇന്റർനെറ്റ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ സൈബർ ലോസ് ഒന്നും ഉൾപ്പെടുത്തി കാണില്ല, സ്വാഭാവികമാണല്ലോ. പിന്നീടാണ് ഈ സൈബർ ക്രൈംസ് ഒക്കെ വരുന്നത്. സൈബർ രംഗത്ത് ഇത്രയേറെ കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ അവിടെ അതേപോലെ തന്നെ പ്രശ്നങ്ങളും അതുമായിട്ട് സൈബർ ലോസ് ഒക്കെ വേണ്ടിവരും. എന്നാൽ ഭരണഘടന റിജിഡ് ആയതുകൊണ്ട് അതിലേക്ക് പുതിയതൊന്നും എഴുതി ചേർക്കാൻ പറ്റില്ല എന്ന നിയമം അവിടെ അത്രയും ശക്തമാണെങ്കിലോ ഈ പറയുന്ന സൈബർ ലോസ് ഒന്നും അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. സോ അത്തരം പ്രശ്നങ്ങൾക്ക്, സൈബർ കുറ്റകൃത്യങ്ങൾക്ക് അല്ലെങ്കിൽ സൈബർ അവകാശങ്ങൾക്കൊക്കെ
നമ്മുടെ രാജ്യത്ത് യാതൊരു പ്രസക്തിയും ഇല്ലാതായ്മ. പക്ഷെ അതും പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, കാലികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. എളുപ്പത്തിൽ ഓടിച്ചെന്ന് ആർക്കും മാറ്റാവുന്ന, ഭേദഗതി ചെയ്യാവുന്ന ഒന്നല്ല ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. എന്നോർത്ത് ഒട്ടും മാറ്റങ്ങൾക്ക് പറ്റാത്തതുമല്ല ഇന്ത്യൻ ഭരണഘടന. സോ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിജിഡ് ആസ് വെൽ ആസ് ഫ്ലെക്സിബിൾ. സോ നോട്ട് ദ പോയിന്റ്. ദെൻ ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭരണഘടനയാണ്. അതുപോലെ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളില് നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട് അല്ലെ. ആമുഖത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇതൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്നാണ് അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആയിട്ട് വരുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രതിപാദിക്കപ്പെടുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അതിന്റെ ഫെഡറൽ നേച്ചർ ആണ്. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെഡറലിസം എന്നാൽ ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും യൂണിയനും തമ്മിൽ വ്യക്തമായിട്ടുള്ള അധികാര വിഭജനം ഉണ്ടായിരിക്കുക എന്നുള്ളതുമാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രപതിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ വ്യക്തമായിട്ടുള്ള അധികാര വിഭജനവും ഉണ്ട്. നമുക്കറിയാം 3 ലിസ്റ്റുകളുണ്ട് അല്ലെ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഇതില് കേന്ദ്രത്തിന്റെ അധികാരപരിധി എന്താണ്, സംസ്ഥാനങ്ങളുടെ അധികാരപരിധി എന്താണ്, ഇവ രണ്ടിനും ഒരുപോലെ കൈകാര്യം ചെയ്യാവുന്ന, കൈകടത്താവുന്ന അധികാരപരിധിയുള്ള വകുപ്പുകൾ ഏതൊക്കെയാണെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഈ 3 ലിസ്റ്റുകളിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും അടങ്ങുന്ന ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും മൗലികമായിട്ടുള്ള 6 അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ 12 മുതൽ 35 വരെയുള്ള ഭാഗം 3 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്. ഇവിടെ നമുക്ക് 6 മൗലിക അവകാശങ്ങൾ നൽകുന്നുണ്ട്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായിട്ടുള്ള അവകാശങ്ങൾ, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള അവകാശങ്ങൾ. ഇനി ഈ പറഞ്ഞ 5 അവകാശങ്ങളിൽ ഏതെങ്കിലും ഒരു പൗരന് ഹനിക്കപ്പെടുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്താൽ അതിന് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾ കാണുന്നതിനുള്ള അവകാശമാണ് 6ാമത്തെ മൗലികാവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു അവകാശം നിഷേധിക്കപ്പെട്ടാൽ ഓരോ പൗരനും നേരിട്ട് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ ഒക്കെ സമീപിക്കാനുള്ള അവകാശം കൂടി നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അപ്പൊ അത്രയും ഫണ്ടമെന്റൽ ആണ് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഫണ്ടമെന്റൽ. ഇനി ഇത്ര തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഒരു രാഷ്ട്രത്തെ ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ചില പ്രൊവിഷൻസ്, ചില ഡയറക്ഷൻസ് നൽകുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് അനുസരിച്ചും സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടും ഒക്കെയുള്ള ചില ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. DPSP എന്ന് പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉണ്ട്. അപ്പൊ ഇതനുസരിച്ചിട്ട് ഒരു രാഷ്ട്രത്തെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. എന്നാൽ ഇത് പരമാവധി ഓരോ ഭരണകൂടങ്ങളും നടപ്പിൽ വരുത്തണം. ഇനി ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ലീഗലായിട്ട് മൂവ് ചെയ്യാനൊന്നും പൗരന്മാർക്ക് അവകാശം ഉണ്ടാവില്ല. ദീസ് ആർ ജസ്റ്റ് ഡയറക്ഷൻസ്. അപ്പൊ ഇതാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മള് ഒരു സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ഇങ്ങനെ 3 പില്ലേഴ്സ് ആണ് നമ്മുടെ ഭരണഘടനയ്ക്ക് ഉള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഭരണകൂടത്തെയും താങ്ങി നിർത്തുന്നത് ഈ 3 പില്ലേഴ്സ് ആണ്. അപ്പൊ ഇതില് വളരെ ഒരു സുപ്രമസി നമ്മുടെ ജുഡീഷ്യറിക്ക് ഉണ്ട്. ജുഡീഷ്യറി എന്ന് പറയുന്നത് അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അതല്ലെങ്കിൽ അതില് നീതി നിർവഹണം കൃത്യമായി നീതിപൂർവമായിരിക്കില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് നമ്മുടെ അതിന് ഒരുപാട് ടേംസും കണ്ടീഷൻസും ഒക്കെ നമ്മുടെ ജഡ്ജിമാരുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള കണ്ടീഷൻസ് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഇനി മറ്റൊന്ന് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് നമ്മുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഒരു പൗരന് ഒരു ഏക പൗരത്വമായിരിക്കും ഉണ്ടാവുന്നത്. ഇത് കുറച്ചുകൂടി ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾ മറ്റു ചില ഈ ഇരട്ട പൗരത്വമുള്ള രാഷ്ട്രങ്ങളുടെയൊക്കെ എടുത്തു നോക്കണം. അമേരിക്ക, നമുക്ക് USA-യിലാണെങ്കിൽ USA എന്ന ഒരു യൂണിയൻ ഓഫ് ഒരു സ്റ്റേറ്റ്സിന്റെ
യൂണിയനാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു 50ഓളം സ്റ്റേറ്റ്സിന്റെ ഒരു യൂണിയനാണ് ആ ഒരു ഒറ്റ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 50 സ്റ്റേറ്റ്സിൽ ഓരോ സ്റ്റേറ്റിലും നമുക്ക് പൗരത്വം ഉണ്ടായിരിക്കും. ഇപ്പൊ ജോർജിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്തില്, അല്ലെങ്കിൽ ഒരു ഡെലാവെയർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമുക്കൊരു പൗരത്വം ഉണ്ടായിരിക്കും, പ്ലസ് ഒരു US പൗരത്വവും നമുക്കുണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ഈ ഒരു ഇരട്ട പൗരത്വം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല, ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് നമുക്ക് പറയുന്നത്. അതുപോലെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക അധികാരങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന എമർജൻസി പ്രൊവിഷൻസും നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഇതൊരു അത്യാവശ്യം വലിയ ഒരു യൂണിറ്റ് ആണ്, നന്നായിട്ട് പഠിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു യൂണിറ്റ് ആണ്. നന്നായിട്ട് പഠിക്കുക.